ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 8ാമത്തെ മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട 100 ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ആമുഖത്തിൽ റൂത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ. വിവേകിയും വിശ്വസ്തയും. ബി. വിവേകമതിയും നന്മ നിറഞ്ഞവളും. സി. വിശുദ്ധയും ദൈവഭയമുള്ളവളും. ഡി. സുകൃത്തിനിയും വിശ്വസ്തയും. ഉത്തരം ഡി. സുകൃത്തിനിയും വിശ്വസ്തയും. ചോദ്യം 2. നവോമി താൻ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് ആദ്യം എത്തിച്ചേർന്ന സ്ഥലം ഏത്? എ. ബെത്ലഹേമിൽ. ബി. യൂദായിലേക്കുള്ള വഴിയിൽ. സി. ജെറുസലേമിൽ. ഡി. റാമായിൽ. ഉത്തരം ബി. യൂദായിലേക്കുള്ള വഴിയിൽ. ചോദ്യം 3. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്നു പോയി. തുടർന്നു വരുന്ന വാക്യം ഏത്? എ. ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. ബി. കർത്താവ് എന്നെ വെറും കൈയോടെ തിരിച്ചയച്ചു. സി. ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ പറഞ്ഞയച്ചു. ഡി. ഇപ്പോൾ കർത്താവ് എന്നെ ഇവിടേക്ക് തിരിച്ചയച്ചു. ഉത്തരം എ. ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. ചോദ്യം 4. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി എവിടേക്ക് വന്നുവെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ. ജെറുസലേമിലേക്ക്. ബി. ബെത്ലഹേമിലേക്ക്. സി. ഞങ്ങളുടെ ഇടയിലേക്ക്. ഡി. അപരിചിതരായ ജനത്തിൻ്റെ ഇടയിലേക്ക്. ഉത്തരം ഡി. അപരിചിതരായ ജനത്തിൻ്റെ ഇടയിലേക്ക്. ചോദ്യം 5. ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? എ. സൈന്യങ്ങളുടെ കർത്താവ്. ബി. സർവശക്തനായ ദൈവം. സി. കാരുണ്യവാനായ ദൈവം. ഡി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഉത്തരം ഡി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ചോദ്യം 6. യൂദായെയും താമാറിനെയും കുറിച്ച് പ്രസ്താവിക്കുന്ന പഴയ നിയമ അധ്യായം ഏത്? എ. ഉൽപ്പത്തി 39. ബി. ഉൽപ്പത്തി 41. സി. ഉൽപ്പത്തി 38. ഡി. ഉൽപ്പത്തി 40. ഉത്തരം സി. ഉൽപ്പത്തി 38. ചോദ്യം 7. റൂത്ത് 4:5 ബോവാസ് റൂത്തിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? എ. വിധവയും എലിമേലെക്കിൻ്റെ മരുമകളും. ബി. യഹൂദയല്ലാത്തവളും വിധവയും. സി. നവോമിയുടെ മരുമകളും മൊവാബ്യയും. ഡി. വിധവയും മൊവാബ്യയും. ഉത്തരം ഡി. വിധവയും മൊവാബ്യയും. ചോദ്യം 8. റൂത്ത് 4:9 എത്ര വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്? എ. 4. ബി. 3. സി. 5. ഡി. 2. ഉത്തരം സി. 5. ചോദ്യം 9. ഓർഫയുടെ ആദ്യ ഭർത്താവിൻ്റെ പേരെന്ത്? എ. മഹ്ലോൻ. ബി. കിലിയോൻ. സി. ബോവാസ്. ഡി. എലിമേലെക്ക്. ഉത്തരം ബി. കിലിയോൻ. ചോദ്യം 10. അധ്യായവും വാക്യവും ഏത്? അവൻ നിനക്ക് നവജീവൻ പകരും. വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളും ആയ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. എ. റൂത്ത് 3:12. ബി. റൂത്ത് 4:15. സി. റൂത്ത് 1:16. ഡി. റൂത്ത് 2:11. ഉത്തരം ബി. റൂത്ത് 4:15. ചോദ്യം 11. വളഞ്ഞത് നേരെയാക്കാൻ കഴിയില്ല. ഇതിനെ തുടർന്ന് വരുന്ന വാക്യം ഏത്? എ. മനുഷ്യന് കഴിയില്ല. ബി. ഇല്ലാത്തത് എണ്ണുക അസാധ്യം. സി. പാഴ്വേല അവസാനിക്കില്ല. ഡി. ജ്ഞാനിക്ക് കഴിയില്ല. ഉത്തരം ബി. ഇല്ലാത്തത് എണ്ണുക അസാധ്യം. ചോദ്യം 12. സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ ഉദ്യമിച്ചതിൽ പെടാത്ത കാര്യം ഏത്? എ. ജ്ഞാനത്തെ. ബി. അറിവിനെ. സി. വിവേകത്തെ. ഡി. ഭോഷത്വത്തെ. ഉത്തരം സി. വിവേകത്തെ. ചോദ്യം 13. സഭാപ്രസംഗകൻ ജ്ഞാനത്തെയും അറിവിനെയും കൂടാതെ എന്ത് വിവേചിക്കാൻ ശ്രമിച്ചു? എ. ധനത്തെയും ദാരിദ്ര്യത്തെയും.
ബി ഉന്മത്തതയെയും ഭോഷത്വത്തെയും, സി നന്മയെയും തിന്മയെയും, ഡി സ്നേഹത്തെയും ദ്വേഷത്തെയും. ഉത്തരം ബി ഉന്മത്തതയെയും ഭോഷത്വത്തെയും. ചോദ്യം 14. സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വാക്യമേത്? എ 1 രാജാക്കന്മാർ 4:29-31, ബി 2 രാജാക്കന്മാർ 4:29-32, സി 1 രാജാക്കന്മാർ 14:32-33, ഡി 2 രാജാക്കന്മാർ 24:12-14. ഉത്തരം എ 1 രാജാക്കന്മാർ 4:29-31. ചോദ്യം 15. സഭാപ്രസംഗകൻ 2:24 പ്രതിപാദിക്കുന്ന തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്നതിന് സമാനമായി പുതിയ നിയമത്തിലെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യമേത്? എ 2 കൊറിന്തോസ് 12:32, ബി റോമ 13:32, സി 1 കൊറിന്തോസ് 14:32, ഡി 1 കൊറിന്തോസ് 15:32. ഉത്തരം ഡി 1 കൊറിന്തോസ് 15:32. ചോദ്യം 16. കീറാനും തുന്നാനും കാലമുള്ളതുപോലെ സഭാപ്രസംഗകൻ 3:7 പ്രകാരം ഏതിനാണ് കാലമുള്ളത്? എ പഠിക്കാനും പഠിപ്പിക്കാനും, ബി യാത്ര ചെയ്യാനും വിശ്രമിക്കാനും, സി മൗനം പാലിക്കാനും സംസാരിക്കാനും, ഡി എഴുതാനും വായിക്കാനും. ഉത്തരം സി മൗനം പാലിക്കാനും സംസാരിക്കാനും. ചോദ്യം 17. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ 3-ാമതും 4-ാമതും പറയുന്ന കാലങ്ങൾ ഏതൊക്കെ? എ ജനിക്കാൻ മരിക്കാൻ, ബി ശേഖരിക്കാൻ കളയാൻ, സി ചിരിക്കാൻ കരയാൻ, ഡി ആലിംഗനം ചെയ്യാൻ ആലിംഗനം ചെയ്യാതിരിക്കാൻ. ഉത്തരം ഡി ആലിംഗനം ചെയ്യാൻ ആലിംഗനം ചെയ്യാതിരിക്കാൻ. ചോദ്യം 18. ഏതു വാക്യത്തിലാണ് നൃത്തം ചെയ്യാൻ ഒരു കാലം എന്നു പരാമർശിക്കുന്നത്? എ സഭാപ്രസംഗകൻ 3:1, ബി സഭാപ്രസംഗകൻ 3:2, സി സഭാപ്രസംഗകൻ 3:3, ഡി സഭാപ്രസംഗകൻ 3:4. ഉത്തരം ഡി സഭാപ്രസംഗകൻ 3:4. ചോദ്യം 19. സിംഹാസനത്തിൽ എത്തുന്നവൻ തൻ്റെ രാജ്യത്ത് എങ്ങനെ ജീവിച്ചവനാകാം? എ രാജകുമാരനായി, ബി സൈനികനായി, സി അടിമയായി, ഡി ദരിദ്രനായി. ഉത്തരം ഡി ദരിദ്രനായി. ചോദ്യം 20. പൂരിപ്പിക്കുക. അതും വലിയ ഡാഷ് അവൻ വന്നതുപോലെ തന്നെ പോകും. എ കഷ്ടമാണ്, ബി പാപമാണ്, സി തിന്മയാണ്, ഡി വ്യർത്ഥതയാണ്. ഉത്തരം സി തിന്മയാണ്. ചോദ്യം 21. സഭാപ്രസംഗകൻ 5:17 പ്രകാരം തള്ളി നീക്കിയ ജീവിതത്തിലെ ആദ്യത്തെ പ്രയാസമായി പറയുന്നത് എന്താണ്? എ വെളിച്ചം, ബി അന്ധകാരം, സി ഇരുൾ, ഡി അത്യുഷ്ണം. ഉത്തരം ബി അന്ധകാരം. ചോദ്യം 22. ഇതും മിഥ്യ തന്നെ എന്ന് സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ എത്രാമത്തെ വാക്യത്തിലാണ് പ്രസ്താവിക്കുന്നത്? എ 11, ബി 12, സി 13, ഡി 14. ഉത്തരം എ 11. ചോദ്യം 23. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകിയതിൽ പെടാത്തത് ഏത്? എ സമ്പത്ത്, ബി ഐശ്വര്യം, സി കീർത്തി, ഡി വിശുദ്ധി. ഉത്തരം ഡി വിശുദ്ധി. ചോദ്യം 24. അധ്യായവും വാക്യവും ഏത്? വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ. മനുഷ്യന് ഇതിലെന്തു മേന്മ? എ സഭാപ്രസംഗകൻ 3:12, ബി സഭാപ്രസംഗകൻ 2:10, സി സഭാപ്രസംഗകൻ 5:4, ഡി സഭാപ്രസംഗകൻ 6:11. ഉത്തരം ഡി സഭാപ്രസംഗകൻ 6:11. ചോദ്യം 25. എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടി മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി എന്തിന് ഇടയാകണമെന്നുമാണ് വിശുദ്ധ യോഹന്നാൻ താൻ എഴുതിയ സുവിശേഷത്തിലൂടെ അഭിലഷിക്കുന്നത്. എ നിത്യജീവൻ പ്രാപിക്കാൻ, ബി സ്വർഗരാജ്യത്തിൽ പങ്കുകാരാകാൻ, സി നിത്യജീവനിൽ പങ്കുചേരാൻ, ഡി സ്വർഗീയ വസതി പ്രാപിക്കാൻ. ഉത്തരം
സി നിത്യജീവനിൽ പങ്കുചേരാൻ. ചോദ്യം 26. സുവിശേഷ രചനയിൽ വിശുദ്ധ യോഹന്നാനെ സ്വാധീനിക്കാത്ത സമകാലീന ചിന്താധാര ഏത്? എ ജ്ഞാനവാദം, ബി യഹൂദചിന്ത, സി യവനചിന്ത, ഡി ഗ്രീക്ക് തത്വചിന്ത. ഉത്തരം ഡി ഗ്രീക്ക് തത്വചിന്ത. ചോദ്യം 27. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. തുടർന്നു വരുന്ന വാക്യമെന്ത്? എ നീ എൻ്റെ സഭയുടെ മൂലക്കല്ലായിരിക്കും, ബി നിന്നിൽ ഞാൻ എൻ്റെ സഭ പണിയും, സി കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും, ഡി നീ എൻ്റെ ആടുകളെ മേയിക്കുക. ഉത്തരം സി കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. ചോദ്യം 28. എന്തു പറഞ്ഞുകൊണ്ടാണ് യേശു പീലിപ്പോസിനെ അപ്പസ്തോലനാകാൻ വിളിക്കുന്നത്? എ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, ബി എൻ്റെ വലതുവശത്തിരിക്കാൻ വരിക, സി നിൻ്റെ വഴി ഉപേക്ഷിച്ച് എൻ്റെ വഴിയെ വരിക, ഡി എന്നെ അനുഗമിക്കുക. ഉത്തരം ഡി എന്നെ അനുഗമിക്കുക. ചോദ്യം 29. പീലിപ്പോസിൻ്റെ ജന്മദേശം ഏത്? എ ബഥാനിയ, ബി ബെത്സയിദ, സി കാന, ഡി ബത്ലഹേം. ഉത്തരം ബി ബെത്സയിദ. ചോദ്യം 30. യേശുവിനെക്കുറിച്ച് നഥാനയേലിനോട് സംസാരിക്കുമ്പോൾ പീലിപ്പോസ് യേശുവിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ തച്ചൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശു, ബി ജോസഫിൻ്റെ മകൻ ദാവീദിൻ്റെ പുത്രൻ, സി ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശു, ഡി മേരിയുടെ മകൻ നസറത്തിൽ നിന്നുള്ള യേശു. ഉത്തരം സി ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശു. ചോദ്യം 31. അധ്യായവും വാക്യവും ഏത്? നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എ യോഹന്നാൻ 1:48, ബി യോഹന്നാൻ 1:44, സി യോഹന്നാൻ 1:47, ഡി യോഹന്നാൻ 1:37. ഉത്തരം സി യോഹന്നാൻ 1:47. ചോദ്യം 32 പൂരിപ്പിക്കുക. യേശു തൻ്റെ ഡാഷ് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ഡാഷ് ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം? എ മഹത്വം അടയാളങ്ങളുടെ, ബി ദൗത്യം അത്ഭുതങ്ങളുടെ, സി മഹത്വം അത്ഭുതങ്ങളുടെ, ഡി ദൈവത്വം അടയാളങ്ങളുടെ. ഉത്തരം എ മഹത്വം അടയാളങ്ങളുടെ. ചോദ്യം 33. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന വാക്യം പഴയ നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എ സങ്കീർത്തനങ്ങൾ 69:9, ബി സങ്കീർത്തനങ്ങൾ 59:9, സി സങ്കീർത്തനങ്ങൾ 69:19, ഡി സങ്കീർത്തനങ്ങൾ 79:9. ഉത്തരം എ സങ്കീർത്തനങ്ങൾ 69:9. ചോദ്യം 34. അധ്യായവും വാക്യവും ഏത്? യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. എ യോഹന്നാൻ 2:22, ബി യോഹന്നാൻ 2:8, സി യോഹന്നാൻ 2:14, ഡി യോഹന്നാൻ 2:24. ഉത്തരം ഡി യോഹന്നാൻ 2:24. ചോദ്യം 35. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമസിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? എ ഫരിസേയൻ ജനപ്രമാണി, ബി പുരോഹിതൻ യഹൂദ പ്രമാണി, സി ഫരിസേയൻ യഹൂദ പണ്ഡിതൻ, ഡി ഫരിസേയൻ യഹൂദ പ്രമാണി. ഉത്തരം ഡി ഫരിസേയൻ യഹൂദ പ്രമാണി. ചോദ്യം 36. യോഹന്നാൻ 3:4 എത്ര ചോദ്യങ്ങളാണ് നിക്കോദേമോസ് യേശുവിനോട് ചോദിക്കുന്നത്? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ബി 2. ചോദ്യം 37. എപ്രകാരമുള്ള മനുഷ്യരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നാണ് യേശു നിക്കോദേമോസിനോട് പറയുന്നത്? എ വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, ബി ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവൻ, സി സമാധാനം സ്ഥാപിക്കുന്നവർ, ഡി പ്രമാണങ്ങൾ അനുസരിക്കുന്നവർ. ഉത്തരം ബി ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചവൻ. ചോദ്യം 38 പൂരിപ്പിക്കുക. ഡാഷ് ജനിക്കുന്നതു മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ഡാഷ്.
എ സ്ത്രീയിൽ നിന്ന് ആത്മാവും, ബി മാംസത്തിൽ നിന്ന് ജ്ഞാനവും, സി മാംസത്തിൽ നിന്ന് ആത്മാവും, ഡി മാംസത്തിൽ നിന്ന് വിശുദ്ധിയും. ഉത്തരം സി മാംസത്തിൽ നിന്ന് ആത്മാവും. ചോദ്യം 39. ആത്മാവിൽ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ യേശു എന്തിൻ്റെ ഉദാഹരണമാണ് ഉപയോഗിക്കുന്നത്? എ കൃഷിക്കാരൻ്റെ, ബി കാറ്റിൻ്റെ, സി നല്ല ഇടയൻ്റെ, ഡി പ്രകാശത്തിൻ്റെ. ഉത്തരം ബി കാറ്റിൻ്റെ. ചോദ്യം 40. യേശു നിക്കോദേമസിനെ എപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്? എ യഹൂദ പ്രമാണി, ബി ഇസ്രായേലിലെ ഗുരു, സി അനേകരുടെ വഴികാട്ടി, ഡി നിഷ്കപടനായ ഫരിസേയൻ. ഉത്തരം ബി ഇസ്രായേലിലെ ഗുരു. ചോദ്യം 41 പൂരിപ്പിക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ ഡാഷ് സംസാരിക്കുന്നു, ഡാഷ് സാക്ഷ്യപ്പെടുത്തുന്നു. എ കേട്ടവയെപ്പറ്റി കണ്ടവയെപ്പറ്റി, ബി അറിയുന്നവയെപ്പറ്റി കേട്ടവയെപ്പറ്റി, സി സത്യം വചനം, ഡി അറിയുന്നവയെപ്പറ്റി കണ്ടവയെപ്പറ്റി. ഉത്തരം ഡി അറിയുന്നവയെപ്പറ്റി കണ്ടവയെപ്പറ്റി. ചോദ്യം 42. എന്തിനെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിക്കുന്നത്. എ ഭൗമിക കാര്യങ്ങളെപ്പറ്റി, ബി ലൗകിക കാര്യങ്ങളെപ്പറ്റി, സി ശാസ്ത്രീയ കാര്യങ്ങളെപ്പറ്റി, ഡി നാട്ടിലെ കാര്യങ്ങളെപ്പറ്റി. ഉത്തരം എ ഭൗമിക കാര്യങ്ങളെപ്പറ്റി. ചോദ്യം 43. യേശു യൂദയായിൽ നിന്ന് വീണ്ടും എവിടേക്കാണ് പോയത്? എ ഗലീലിയിലേക്ക്, ബി ജെറുസലേമിലേക്ക്, സി ബെഥാനിയയിലേക്ക്, ഡി ജോർദാനിലേക്ക്. ഉത്തരം എ ഗലീലിയിലേക്ക്. ചോദ്യം 44. യൂദയായിൽ നിന്നും ഗലീലിക്ക് പോകുമ്പോൾ യേശുവിന് ഏത് ദേശത്തുകൂടി കടന്നു പോകണമായിരുന്നു? എ കഫർനാം, ബി ഈജിപ്ത്, സി സമരിയ, ഡി സിറിയ. ഉത്തരം സി സമരിയ. ചോദ്യം 45. പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള പട്ടണത്തിൻ്റെ പേരെന്ത്? എ ബെത്ലഹേം, ബി ഇദുമിയ, സി ദെക്കാപോളിസ്, ഡി സമരിയായിലെ സിക്കാർ. ഉത്തരം ഡി സമരിയായിലെ സിക്കാർ. ചോദ്യം 46. യാക്കോബിനെയും മകൻ ജോസഫിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഗ്രന്ഥമേത്? എ പുറപ്പാട്, ബി സംഖ്യ, സി ഉൽപ്പത്തി, ഡി ജോഷുവ. ഉത്തരം സി ഉൽപ്പത്തി. ചോദ്യം 47. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ ഗലീലിയിലെ നസ്രത്തിൽ, ബി എഫ്രായിം മലമ്പ്രദേശത്ത്, സി ഹെബ്രോൻ താഴ്വരയിൽ, ഡി സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ. ഉത്തരം ഡി സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ. ചോദ്യം 48. പഴയ നിയമത്തിൽ സിക്കാർ എന്ന പട്ടണം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലായിരുന്നു? എ സിക്കമിൻ, ബി എഫ്രാത്ത, സി ഷെക്കേം, ഡി സുക്കോത്ത്. ഉത്തരം സി ഷെക്കേം. ചോദ്യം 49. അധ്യായവും വാക്യവും ഏത്? ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. എ യോഹന്നാൻ 4:24, ബി യോഹന്നാൻ 5:14, സി യോഹന്നാൻ 4:14, ഡി യോഹന്നാൻ 4:11. ഉത്തരം സി യോഹന്നാൻ 4:14. ചോദ്യം 50. ബെത്സദാ കുളത്തിന് സമീപമുണ്ടായിരുന്ന 3 തരം രോഗികൾ ആരൊക്കെയാണ്? എ കുരുടരും മുടന്തരും കുഷ്ഠരോഗികളും, ബി കുരുടരും മുടന്തരും മഹോദര രോഗികളും, സി ചെകിടരും മുടന്തരും തളർവാദക്കാരും, ഡി കുരുടരും മുടന്തരും തളർവാദക്കാരും. ഉത്തരം ഡി കുരുടരും മുടന്തരും തളർവാദക്കാരും. ചോദ്യം 51. തൻ്റെ വചനം കേൾക്കുകയും തന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് യേശു നൽകാത്ത ഒരു വാഗ്ദാനം ഏത്? എ നിത്യജീവനുണ്ട്, ബി സമ്പന്നനാകുന്നു, സി ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, ഡി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഉത്തരം
ബി സമ്പന്നനാകുന്നു. ചോദ്യം 52 പൂരിപ്പിക്കുക. എന്നെക്കുറിച്ച് ഡാഷ് വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം ഡാഷ് എനിക്കറിയാം. എ സാക്ഷ്യം നൽകുന്ന സത്യമാണെന്ന്, ബി സാക്ഷ്യം നൽകുന്ന വിശ്വസനീയമാണെന്ന്, സി സംസാരിക്കുന്ന സത്യമാണെന്ന്, ഡി സാക്ഷ്യം നൽകുന്ന ആത്മാർത്ഥമാണെന്ന്. ഉത്തരം എ സാക്ഷ്യം നൽകുന്ന സത്യമാണെന്ന്. ചോദ്യം 53 കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്ന് യേശു ആരെപ്പറ്റിയാണ് പറയുന്നത്? എ യേശയ്യാ പ്രവാചകനെപ്പറ്റി, ബി ഏലിയ പ്രവാചകനെപ്പറ്റി, സി മോശയെപ്പറ്റി, ഡി സ്നാപക യോഹന്നാനെപ്പറ്റി. ഉത്തരം ഡി സ്നാപക യോഹന്നാനെപ്പറ്റി. ചോദ്യം 54 പിതാവ് അയച്ചവനിൽ വിശ്വസിക്കാത്തവരിൽ എന്തു വസിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്? എ പരിശുദ്ധാത്മാവ്, ബി ദൈവത്തിൻ്റെ വചനം, സി നിത്യജീവൻ, ഡി ജീവൻ്റെ വചനം. ഉത്തരം ബി ദൈവത്തിൻ്റെ വചനം. ചോദ്യം 55 അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്തിൽ? എ ലൗകിക ജീവിതത്തിൽ, ബി മരണത്തിന് ശേഷം, സി വിശുദ്ധ ജീവിതം നയിക്കുന്നവരിൽ, ഡി വിശുദ്ധ ലിഖിതങ്ങളിൽ. ഉത്തരം ഡി വിശുദ്ധ ലിഖിതങ്ങളിൽ. ചോദ്യം 56 പൂരിപ്പിക്കുക. കർത്താവ് ഡാഷ് ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് ഡാഷ് മറ്റു വള്ളങ്ങൾ വന്നു. എ പ്രാർത്ഥിച്ച് തിബേരിയാസിൽ നിന്ന്, ബി ആശീർവദിച്ച് തിബേരിയാസിൽ നിന്ന്, സി കൃതജ്ഞതാസ്തോത്രം തിബേരിയാസിൽ നിന്ന്, ഡി കൃതജ്ഞതാസ്തോത്രം കഫർനാമിൽ നിന്ന്. ഉത്തരം സി കൃതജ്ഞതാസ്തോത്രം തിബേരിയാസിൽ നിന്ന്. ചോദ്യം 57 തിബേരിയാസിൽ നിന്ന് തന്നെ തേടി വരാനുള്ള ജനങ്ങളുടെ പ്രചോദനം എന്തായിരുന്നു എന്നാണ് യേശു അവരോട് പറയുന്നത്? എ അടയാളങ്ങൾ കണ്ടതുകൊണ്ട്, ബി അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട്, സി രക്ഷകനെ തിരിച്ചറിഞ്ഞതുകൊണ്ട്, ഡി അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. ഉത്തരം ഡി അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. ചോദ്യം 58 സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51. ഈ വചനത്തോട് യഹൂദർ പ്രതികരിച്ചത് എപ്രകാരമാണ്? എ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി, ബി ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ ഒരു ധാരണയുണ്ടായി, സി നിയമം പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കാം, ഡി ഇതുപോലെന്ന് മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഉത്തരം എ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ചോദ്യം 59 അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോട് കൂടി യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെ ആണ് പോയതെന്നും ആര് മനസ്സിലാക്കി എന്നാണ് യോഹന്നാൻ 6:22 പറയുന്നത്? എ കടലിൻ്റെ മറുകര നിന്ന ആളുകൾ, ബി ശിമിയോൻ പത്രോസ്, സി ശിഷ്യന്മാർ, ഡി കഫർനാമിലെ ആളുകൾ. ഉത്തരം എ കടലിൻ്റെ മറുകര നിന്ന ആളുകൾ. ചോദ്യം 60 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 6:45. പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? എ ഏശയ്യ 54:13, ബി ഏശയ്യ 44:13, സി ഏശയ്യ 54:23, ഡി ജെറമിയ 54:13. ഉത്തരം എ ഏശയ്യ 54:13. ചോദ്യം 61 ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എവിടേക്ക് ആകർഷിക്കും എന്നാണ് യേശു യോഹന്നാൻ 12:32 പ്രഖ്യാപിക്കുന്നത്? എ പിതാവിങ്കലേക്ക്, ബി എന്നിലേക്ക്, സി ദൈവത്തിലേക്ക്, ഡി സ്വർഗത്തിലേക്ക്. ഉത്തരം ബി എന്നിലേക്ക്. ചോദ്യം 62 ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. യോഹന്നാൻ 12:34. പഴയ നിയമത്തിൽ എവിടെയാണ് ഇതുള്ളത്? എ സങ്കീർത്തനങ്ങൾ 110:4, ഏശയ്യ 9:7, ബി എസക്കിയേൽ 37:25, സി ദാനിയേൽ 7:14, ഡി ഇവയെല്ലാം. ഉത്തരം ഡി ഇവയെല്ലാം. ചോദ്യം 63 പൂരിപ്പിക്കുക.
ഡാഷ് നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. എ ഇരുളിൽ, ബി അഹങ്കാരത്തിൽ, സി തന്നിഷ്ടമനുസരിച്ച്, ഡി അന്ധകാരത്തിൽ. ഉത്തരം ഡി അന്ധകാരത്തിൽ. ചോദ്യം 64. എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ എന്ന് യേശു അരുളി ചെയ്തത്? എ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന്, ബി ദൈവത്തിൻ്റെ മക്കളാകേണ്ടതിന്, സി അന്ധകാരത്തിൻ്റെ മക്കളാകേണ്ടതിന്, ഡി പിശാചിൻ്റെ മക്കളാകാതിരിക്കേണ്ടതിന്. ഉത്തരം എ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന്. ചോദ്യം 65. യൂദയായിലെ യഹൂദർ എന്തിനു വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത് എന്നാണ് യോഹന്നാൻ 11:8 ശിഷ്യന്മാർ പറയുന്നത്? എ യേശുവിനെ കല്ലെറിയാൻ, ബി യേശുവിനെ ബന്ധിക്കാൻ, സി യേശുവിനെ വിചാരണ ചെയ്യാൻ, ഡി യേശുവിനെ കാണാൻ. ഉത്തരം എ യേശുവിനെ കല്ലെറിയാൻ. ചോദ്യം 66 പൂരിപ്പിക്കുക. യേശു പ്രതിവചിച്ചു, പകലിന് ഡാഷ്, പകൽ നടക്കുന്നവൻ കാൽത്തട്ട് വീഴുന്നില്ല, ഈ ലോകത്തിൻ്റെ ഡാഷ് അവൻ കാണുന്നു. എ പ്രകാശമുണ്ടല്ലോ വഴികൾ, ബി 12 മണിക്കൂറിലെ പ്രകാശം, സി പ്രകാശമുണ്ടല്ലോ തിന്മ, ഡി 12 മണിക്കൂറിലെ പാപം. ഉത്തരം ബി 12 മണിക്കൂറിലെ പ്രകാശം. ചോദ്യം 67. രാത്രി നടക്കുന്നവൻ തട്ടി വീഴാനുള്ള കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? എ അന്ധകാരത്തിൽ നടക്കുന്നതിനാൽ, ബി വെളിച്ചമില്ലാത്തതിനാൽ, സി അവന് പ്രകാശമില്ല, ഡി അന്ധകാരത്തിൻ്റെ മക്കളായതിനാൽ. ഉത്തരം സി അവന് പ്രകാശമില്ല. ചോദ്യം 68. ഇടയൻ ആട്ടിൻതൊഴുത്തിലേക്ക് വരുമ്പോൾ എത്ര കാര്യങ്ങൾ സംഭവിക്കുന്നതായാണ് യോഹന്നാൻ 10:3 യേശു പറയുന്നത്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 69. തുപ്പൽ ഉപയോഗിച്ച് യേശു സൗഖ്യം കൊടുക്കുന്ന സംഭവം സുവിശേഷത്തിൽ മറ്റെവിടെയാണുള്ളത്? എ മർക്കോസ് 7:33, മർക്കോസ് 8:23, ബി ലൂക്ക 7:33, മർക്കോസ് 8:23, സി മർക്കോസ് 7:33, യോഹന്നാൻ 8:23, ഡി മത്തായി 7:33, മർക്കോസ് 8:23. ഉത്തരം എ മർക്കോസ് 7:33, മർക്കോസ് 8:23. ചോദ്യം 70. യേശുവാണ് യഥാർത്ഥ ഇടയൻ എന്ന് സൂചിപ്പിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ വാക്യമേത്? എ മർക്കോസ് 3:35, ബി മർക്കോസ് 12:4, സി മർക്കോസ് 11:22, ഡി മർക്കോസ് 6:34. ഉത്തരം ഡി മർക്കോസ് 6:34. ചോദ്യം 71. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പ്രസ്താവിക്കുന്ന സങ്കീർത്തന വാക്യം ഏത്? യോഹന്നാൻ എ സങ്കീർത്തനങ്ങൾ 69:9, ബി സങ്കീർത്തനങ്ങൾ 89:19, സി സങ്കീർത്തനങ്ങൾ 77:33, ഡി സങ്കീർത്തനങ്ങൾ 123:43. ഉത്തരം എ സങ്കീർത്തനങ്ങൾ 69:9. ചോദ്യം 72. ദരിദ്രർ ഭൂമിയിൽ എന്നും ഉണ്ടായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിലെ വാക്യം ഏത്? എ നിയമാവർത്തനം 28:17, ബി നിയമാവർത്തനം 31:23, സി നിയമാവർത്തനം 15:11, ഡി നിയമാവർത്തനം 25:11. ഉത്തരം സി നിയമാവർത്തനം 15:31. ചോദ്യം 73. യേശുവിൽ ഇടർച്ച തോന്നുന്നവരെക്കുറിച്ച് പരാമർശിക്കുന്ന വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ വാക്യം ഏത്? എ മത്തായി 5:16, ബി മത്തായി 13:21, സി മത്തായി 22:15, ഡി മത്തായി 11:6. ഉത്തരം ഡി മത്തായി 11:6. ചോദ്യം 74. പരിധി വിട്ടുള്ള ഈ ലോകത്തിലെ അധ്വാനം വ്യർത്ഥമാണ് എന്ന് പ്രസ്താവിക്കുന്ന ഏശയ്യ വാക്യം ഏത്? എ ഏശയ്യ 45:22, ബി ഏശയ്യ 55:2, സി ഏശയ്യ 18:15, ഡി ഏശയ്യ 44:28.
ഉത്തരം ബി ഏശയ്യ 55:2. ചോദ്യം 75. എന്തു പറഞ്ഞപ്പോഴാണ് യേശുവിനെ എറിയാൻ കല്ലുകൾ എടുത്തത്? എ പിതാവ് ദൈവമാണെന്ന്, ബി സോളമനേക്കാൾ വലിയവൻ ആണ് എന്ന്, സി ജാരസന്തതികളാണെന്ന്, ഡി അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ഉത്തരം ഡി അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. ചോദ്യം 76. യേശു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുന്ന പഴയ നിയമവാക്യമേത്? എ ഏശയ്യ 46:6, ബി ഏശയ്യ 39:6, സി ഏശയ്യ 46:9, ഡി ഏശയ്യ 49:6. ഉത്തരം ഡി ഏശയ്യ 49:6. ചോദ്യം 77. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം ആരംഭിക്കുന്ന വാക്യമേത്? എ യേശു ഒലിവുമലയിലേക്ക് പോയി, ബി അവർ അവനോട് പറഞ്ഞു, സി അതിരാവിലെ അവൻ വീണ്ടും, ഡി നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഉത്തരം എ യേശു ഒലിവുമലയിലേക്ക് പോയി. ചോദ്യം 78. യോഹന്നാൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? എ പ്രത്യാശയുടെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും, ബി വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും, സി വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും കരുണയുടെ സുവിശേഷം എന്നും, ഡി അനുഭവത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും. ഉത്തരം ബി വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും. ചോദ്യം 79. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. സമാനമായുള്ള ഗലാത്യവാക്യം ഏത്? എ ഗലാത്യ 1:12, ബി ഗലാത്യ 1:13, സി ഗലാത്യ 1:14, ഡി ഗലാത്യ 1:15. ഉത്തരം ഡി ഗലാത്യ 1:15. ചോദ്യം 80. പൂരിപ്പിക്കുക. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ ഡാഷ്. എ പ്രയത്നിക്കുകയാണോ, ബി ശ്രമിക്കുകയാണോ, സി യത്നിക്കുകയാണോ, ഡി പരിശ്രമിക്കുകയാണോ? ഉത്തരം സി യത്നിക്കുകയാണോ. ചോദ്യം 81. ബാർണബാസിനോടുകൂടെ ജെറൂസലേമിലെത്തിയ പൗലോസ് താൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? എ കേപ്പയുടെ പക്കൽ, ബി യാക്കോബിൻ്റെ പക്കൽ, സി ജെറൂസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ, ഡി പ്രധാന പുരോഹിതൻ്റെ അടുത്ത്. ഉത്തരം സി ജെറൂസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ. ചോദ്യം 82. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്ന വാക്യം വരുന്ന വചനമേത്? എ ഗലാത്യ 2:15, ബി ഗലാത്യ 2:16, സി ഗലാത്യ 2:17, ഡി ഗലാത്യ 2:18. ഉത്തരം ബി ഗലാത്യ 2:16. ചോദ്യം 83. നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ എന്ന ചോദ്യത്തെ തുടർന്നുള്ള വിശുദ്ധ പൗലോസിൻ്റെ പ്രസ്താവന എന്ത്? എ വെറും വ്യർത്ഥം, ബി തീർത്തും നിരർത്ഥകം, സി തീർത്തും നിഷ്ഫലം, ഡി തീർത്തും വ്യർത്ഥം. ഉത്തരം ഡി തീർത്തും വ്യർത്ഥം. ചോദ്യം 84. ഗലാത്യക്കാരുടെ ഏത് അനുഭവത്തെക്കുറിച്ചാണ് വ്യർത്ഥമായിരുന്നുവോ തീർത്തും വ്യർത്ഥം എന്ന് പൗലോസ് പ്രഖ്യാപിക്കുന്നത്? എ നേടിയവയത്രയും, ബി പ്രവർത്തിച്ചവയത്രയും, സി സഹിച്ചവയത്രയും, ഡി ചെയ്തവയത്രയും. ഉത്തരം സി സഹിച്ചവയത്രയും. ചോദ്യം 85. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ എന്തിൽ നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു? എ സത്യത്തിൽ നിന്ന്, ബി നന്മയിൽ നിന്ന്, സി സ്വാതന്ത്ര്യത്തിൽ നിന്ന്, ഡി കൃപാവരത്തിൽ നിന്ന്. ഉത്തരം ഡി കൃപാവരത്തിൽ നിന്ന്. ചോദ്യം 86. ദൈവത്തെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഗലാത്യയിലെ സഭയിലുണ്ടായിരുന്നവർ യഥാർത്ഥത്തിൽ ആരെയാണ് സേവിച്ചിരുന്നത്? എ വിഗ്രഹങ്ങളെ, ബി പിശാചിനെ, സി ദൈവമല്ലാത്തവയെ, ഡി ദേവന്മാരെ. ഉത്തരം സി ദൈവമല്ലാത്തവയെ.
ചോദ്യം 87 പൂരിപ്പിക്കുക. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ഡാഷ് അറിയുന്നു. എ. ദൈവം നിന്നെ. ബി. നിങ്ങളെ എല്ലാവരും. സി. ദൈവം നിങ്ങളെ. ഡി. ദൈവപുത്രൻ നിങ്ങളെ. ഉത്തരം സി. ദൈവം നിങ്ങളെ. ചോദ്യം 88 ഗലാത്യ 6:16 സമാനമായ വാക്യം ഏത്? എ. ഏശയ്യ 17:8. ബി. സങ്കീർത്തനങ്ങൾ 135:6. സി. സങ്കീർത്തനങ്ങൾ 125:7. ഡി. സങ്കീർത്തനങ്ങൾ 125:5. ഉത്തരം ഡി. സങ്കീർത്തനങ്ങൾ 125:5. ചോദ്യം 89 തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുതപിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം ഏത്? എ. സങ്കീർത്തനങ്ങൾ 51. ബി. സങ്കീർത്തനങ്ങൾ 125. സി. സങ്കീർത്തനങ്ങൾ 91. ഡി. സങ്കീർത്തനങ്ങൾ 77. ഉത്തരം എ. സങ്കീർത്തനങ്ങൾ 51. ചോദ്യം 90 സോളമൻ്റെ മാതാവ് ആരാണ്? എ. ബത്ശബ. ബി. മറിയം. സി. താമാർ. ഡി. റൂത്ത്. ഉത്തരം എ. ബത്ശബ. ചോദ്യം 91 എഫ്രായിം മലനാട്ടിലെ എവിടെയാണ് സൂഫ് വംശജനായ എൽക്കാന താമസിച്ചിരുന്നത്? എ. റാമാത്തയിൽ. ബി. റാമാത്തൈമിൽ. സി. റാമായിൽ. ഡി. ബെത്ലഹേമിൽ. ഉത്തരം ബി. റാമാത്തൈമിൽ. ചോദ്യം 92 നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഇത് ആരുടെ വാക്കുകൾ? എ. ഏലിയുടെ. ബി. എൽക്കാനയുടെ. സി. സാമുവലിൻ്റെ. ഡി. മോശയുടെ. ഉത്തരം സി. സാമുവലിൻ്റെ. ചോദ്യം 93 ഇസ്രായേല്യർ ആരുടെയൊക്കെ ബിംബങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് കർത്താവിനെ മാത്രം ആരാധിച്ചത്? എ. ബാലിൻ്റെയും അസ്താർത്തയുടെയും. ബി. ബാലിൻ്റെയും ദാഗോൻ്റെയും. സി. ബാലിൻ്റെയും മോളക്കിൻ്റെയും. സി. ദാഗോൻ്റെയും അസ്താർത്തയുടെയും. ഉത്തരം എ. ബാലിൻ്റെയും അസ്താർത്തയുടെയും. ചോദ്യം 94 ഫിലിസ്തീർ ആരെയൊക്കെ വിളിച്ചു വരുത്തിയാണ് കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം എന്ന് ചോദിച്ചത്? എ. പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. ബി. പ്രഭുക്കന്മാരെയും ജ്യോത്സ്യന്മാരെയും. സി. പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും. ഡി. പുരോഹിതന്മാരെയും ജനപ്രമാണികളെയും. ഉത്തരം എ. പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. ചോദ്യം 95 1 സാമുവേൽ 5:6 പ്രകാരം കർത്താവിൻ്റെ കരം ആർക്കെതിരെയാണ് പ്രബലമായത്? എ. ഇസ്രായേൽ ജനത്തിനെതിരെ. ബി. ഫിലിസ്തീർക്കെതിരെ. സി. ഏലിയുടെ മക്കൾക്കെതിരെ. ഡി. അഷ്തോദിലുള്ള ജനങ്ങൾക്കെതിരെ. ഉത്തരം ഡി. അഷ്തോദിലുള്ള ജനങ്ങൾക്കെതിരെ. ചോദ്യം 96 ഫിലിസ്തീർ ദൈവത്തിൻ്റെ പേടകം ആദ്യം കൊണ്ടുപോയത് എവിടേക്കാണ്? എ. എക്രോണിലേക്ക്. ബി. ഗത്തിലേക്ക്. സി. അഷ്കലോണിലേക്ക്. ഡി. അഷ്ദോദിലേക്ക്. ഉത്തരം ഡി. അഷ്ദോദിലേക്ക്. ചോദ്യം 97 പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി എത്തിയ ദൂതൻ ഏലിയോട് പറയുന്ന 5 കാര്യങ്ങളിൽ മക്കൾ വധിക്കപ്പെട്ട കാര്യം എത്രാമതായാണ് പറയുന്നത്? എ. 1. ബി. 2. സി. 4. ഡി. 3. ഉത്തരം സി. 4. ചോദ്യം 98 സാമുവൽ സാമുവൽ എന്ന് കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ സാമുവൽ പ്രതികരിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണ്? എ. ഇതാ ഞാൻ. ബി. ദാസൻ ശ്രവിക്കുന്നു. സി. ഞാൻ ഇതാ. ഡി. കർത്താവെ അരുളി ചെയ്താലും. ഉത്തരം സി. ഞാൻ ഇതാ. ചോദ്യം 99 1 സാമുവൽ 2:3 ദൈവത്തിന് കൊടുക്കുന്ന വിശേഷണമെന്ത്? എ. കാരുണ്യവാനായ. ബി. സർവജ്ഞനായ. സി. സർവശക്തനായ. ഡി. സ്നേഹം തന്നെയായ. ഉത്തരം ബി. സർവജ്ഞനായ. ചോദ്യം 100 വീരന്മാരുടെ വില്ലുകൾ തകരുന്നു തുടർന്നു വരുന്ന വാക്യമെന്ത്? എ. ബലഹീനരാകട്ടെ രക്ഷ പ്രാപിക്കുന്നു. ബി. ബലഹീനരാകട്ടെ ശക്തിപ്പെടുന്നു. സി. ബലഹീനരാകട്ടെ സ്വതന്ത്രരാകുന്നു. ഡി. ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. ഉത്തരം ഡി. ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.